ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് നാം ആഴത്തിൽ ധ്യാനിക്കുന്ന ദനഹാകാലത്തിലെ 6-ാം ഞായറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വലിയവനാകുവാൻ മത്സരിക്കുന്ന ലോകത്തിനു മുൻപിൽ സ്വയം എളിമപ്പെടുന്ന, സ്വയം തിരിച്ചറിയുന്ന സ്നാപകന്റെ ചിത്രമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗത്ത് തിരുസഭ നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്നത്. ആത്മാവിലുള്ള ജനനത്തെയും മിശിഹായിലൂടെ സംജാതമാകുന്ന രക്ഷയെയും ശിക്ഷാവിധിയെക്കുറിച്ചുമെല്ലാം നിക്കോദേമോസിനോട് ദീർഘമായി സംഭാഷിച്ചതിന് ശേഷം യൂദയായുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പിൻവാങ്ങുന്ന ഈശോയെയും ശിഷ്യന്മാരെയും, അവിടെ ഈശോയുടെ മൗനാനുവാദത്തോടെ ശിഷ്യന്മാർ നടത്തി എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്ന സ്നാനത്തെയും, ഇതിനെക്കുറിച്ച് ഏനോനിലെത്തി സ്നാപകനോട് അസൂയാകലുഷിതമായി പരാതിപ്പെടുന്ന സ്നാപകന്റെ ശിഷ്യന്മാരെയും, അതിന് യോഹന്നാൻ നൽകുന്ന മറുപടിയും, ആ മറുപടിയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന മിശിഹാ രഹസ്യവും അവനിലൂടെ പൂർത്തിയാകുന്ന രക്ഷാകര രഹസ്യവുമാണ് സുവിശേഷത്തിന്റെ ആകത്തുക. ഈശോ മിശിഹായുടെ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള പിൻവാങ്ങലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജനം തന്നെ രാജാവാക്കുവാൻ ആഗ്രഹിച്ചപ്പോഴും, സൗഖ്യങ്ങളുടെ അമ്പരപ്പാൽ ജനം അവനെ പൊതിഞ്ഞപ്പോഴും, പ്രസിദ്ധിയുടെയും ജനസ്വീകാര്യതയുടെയും സാധ്യതകൾ തന്നെ ചൂഴ്ന്നു നിന്നപ്പോഴും, അവൻ്റെ വാക്കുകളിൽ ഇടറിയ യഹൂദർ അവനെ വധിക്കുവാൻ ആഗ്രഹിച്ചപ്പോഴുമെല്ലാം അവൻ അവരുടെ ഇടയിൽ നിന്നും പിൻവാങ്ങുന്നത് സുവിശേഷത്തിലുടനീളം നാം ദർശിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുടനീളം നാം കാത്തു സൂക്ഷിക്കേണ്ട ആധ്യാത്മികതയുടെ ഓർമ്മപ്പെടുത്തലാണിത്. പ്രവർത്തനങ്ങളുടെയും സംസാരത്തിൻ്റെയും ജീവിത കോലാഹലങ്ങളുടെയും ഇടയിലും, ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ജീവിത സന്ധികളുടെ മധ്യത്തിലും ഈശോയോട് കൂടിയായിരിക്കുന്ന, അവനിലേക്ക് പിൻവാങ്ങുന്ന ഒരു ആത്മീയ ജീവിത അടിത്തറ നാം എല്ലാവരും സ്വന്തമാക്കേണ്ടതുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുവചനം, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല എങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ എല്ലാ വായനകളും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന വചനം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അവയെല്ലാം ആനന്ദത്തോടെ സ്വീകരിക്കുവാൻ ഈ ആത്മീയ അടിത്തറ നമുക്ക് അനിവാര്യമാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്നവയെല്ലാം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നവയാണ്. അപ്രകാരം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോ മിശിഹാ, അവനിലൂടെ കരഗതമാകുന്ന രക്ഷ. ഈ സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നാം ഇന്ന് വായിച്ചു കേട്ട എല്ലാ വായനകളും. ആദ്യമായി നിയമാവർത്തനം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗത്ത് പാവങ്ങളോട് ഉണ്ടാവേണ്ട കരുതലിനെ കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്ന ഗ്രന്ഥകാരൻ അതിനിടയിലൂടെ തൻ്റെ അനുവാചകരെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. നീ ഈജിപ്തിൽ അടിമയായിരുന്നു എന്ന് ഓർമ്മിക്കുക. കഴിഞ്ഞ കാലത്തെ അടിമത്തത്തിന്റെ കെടുതിയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച അതേ ദൈവം തന്നെയാണ് പാപത്തിന്റെ നിത്യശിക്ഷയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായി മനുഷ്യാവതാരം ചെയ്തത്. ഈ രക്ഷാകര സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടത്. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. 9-ാം വാക്യത്തിൽ പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നു, തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ സംവഹിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ കരങ്ങളിൽ വഹിച്ച് അടിമത്തത്തിന്റെ ചെങ്കടൽ കടത്തിയ അതേ ദൈവം തന്നെയാണ് ആണിപ്പാടുണങ്ങാത്ത കരങ്ങളിൽ നമ്മെയും കോരിയെടുത്ത് നരകാഗ്നിയുടെ തീത്തടാകം താണ്ടി സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇതാണ് സുവിശേഷം നമുക്ക് നൽകുന്ന പ്രത്യാശ. ജീവിതത്തിൻ്റെ നോവുകളിലും ബലഹീനതകളിലുമെല്ലാം അവിടുത്തെ കരം നമ്മോടുകൂടിയുണ്ട്. ആ കരങ്ങളിൽ മുറുകെ പിടിക്കുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം അവനെ പ്രതി ആനന്ദത്തോടെ സ്വീകരിക്കുവാൻ. അവസാനം ഹെബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ സ്വർഗത്തിൻ്റെ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മഹാപുരോഹിതനായ ഈശോ മിശിഹാ
നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് യോഗ്യതയോടെ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് യോഹന്നാന്റെ ആധ്യാത്മികതയുടെ ആഴത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവനയോടെയാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നപ്പോഴാണ് സ്നാപകൻ ഈ വാക്യം ഉച്ചരിച്ചത്. ഇസ്രായേലിന്റെ വലിയ പ്രവാചകനായി ജനം അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. ചിലർ അദ്ദേഹത്തെ മിശിഹായായി പോലും കരുതിയിരുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാണ് ഈശോ സ്നാപകന്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. എന്നാൽ മഹാനായ ഈ പ്രവാചകന് തൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യത്തെപ്പറ്റി വ്യക്തമായ അവബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഇവിടെ തൻ്റെ നിസ്സാരതയെ വെളിവാക്കുകയും മിശിഹാ രഹസ്യങ്ങളെ പ്രവാചക ധീരതയോടെ വെളിപ്പെടുത്തുകയുമാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. മണവാട്ടി തിരുസഭയാണ്. ജനക്കൂട്ടം, അതായത് സഭ, ഈശോയാകുന്ന മണവാളനിലേക്കാണ് നയിക്കപ്പെടേണ്ടത്. അത് സംഭവിച്ചു കാണുമ്പോൾ സ്നാപകന്റെ പ്രതികരണമാണ് ശ്രദ്ധേയം. എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ദൈവഹിതം പൂർത്തിയാക്കുകയാണ് യഥാർത്ഥ സന്തോഷമെന്ന വലിയ പാഠമാണ് യോഹന്നാൻ പഠിപ്പിക്കുന്നത്. എന്തു ചെയ്തിട്ടും സമാധാനമില്ലെങ്കിൽ, എന്തൊക്കെ സ്വന്തമാക്കിയിട്ടും ആനന്ദം അനുഭവിക്കുവാനാകുന്നില്ല എങ്കിൽ, ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നത് അനിർവചനീയമായ ശൂന്യതയും അസ്വസ്ഥതകളുമാണ് എങ്കിൽ, നാം ഇനിയും ദൈവഹിതത്തിന് കാതോർത്ത് തുടങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. ഇപ്രകാരം ദൈവഹിതമനുസരിച്ച് ജീവിതം ക്രമീകരിച്ചാൽ ദൈവം നമുക്ക് സ്വന്തമാകും. അപ്പോൾ സ്നാപകനെ പോലെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ എളിമപ്പെടുത്തലിൻ്റെ ജീവിതം സ്വന്തമാക്കുവാൻ നമുക്കും സാധിക്കും. എളിമപ്പെടുവാൻ ഏറെ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്നാപകന്റെ ഈ സാക്ഷ്യം ഏറെ വിലയുള്ളതാകുന്നത്. എവിടെയോ വായിച്ചതാണ്, ഇപ്പോൾ മറ്റൊരുവൻ മുന്നേറുമ്പോൾ നാം സന്തോഷിക്കുന്നത് ഒരു ക്യൂവിൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ മാത്രമാണത്രേ. സത്യമല്ലേ? ക്രിസ്തു നമുക്ക് സ്വന്തമാകുന്നത് മാത്രമാണ് നമ്മുടെ മഹത്വം. അത് സാധ്യമാകുമ്പോൾ സ്നാപകനെ പോലെ എളിമപ്പെടുവാൻ, മറ്റെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുവാൻ, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ക്രിസോസ്തോമിന്റെ വാക്കുകളിൽ, പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള ഭ്രാന്തമായ ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും നാരായവേര്. സ്നാപകന്റെ സാക്ഷ്യം ഈ തിന്മയ്ക്കെതിരായ ആത്മീയ സമരത്തിന്റെ പ്രാധാന്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നാപകനെ പോലെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനായി ജീവിക്കുവാൻ, ഈശോ മിശിഹായെ സ്വന്തമാക്കുന്ന ആധ്യാത്മികതയുടെ ആഴം സ്വന്തമാക്കുവാൻ, ജീവിതത്തിൽ സംഭവിക്കുന്നവയെല്ലാം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ, നമ്മോട് കൂടിയായിരിക്കുന്ന ഈശോ മിശിഹായുടെ രക്ഷയുടെ കരത്തിൽ മുറുകെ പിടിക്കുവാൻ, സ്വയം എളിമപ്പെടുവാൻ, എല്ലാറ്റിനുമുപരി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.